കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് സൈന്യത്തിൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ അതിനൊരു സമയപരിധി ഇതിന് നിശ്ചയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞങ്ങൾ ബിൽഡിംഗ് ഓപ്പറേഷൻ ഈ ബ്രിഡ്ജ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. 2 ഗ്രാമങ്ങൾ കംപ്ലീറ്റ്ലി മണ്ണിനടിയിലായി കഴിഞ്ഞു. അതിനുള്ളിൽ നിന്ന് എന്ന് നമുക്ക് ആൾക്കാരെ പുറത്തെടുക്കാൻ സാധിക്കും, ഡെഡ് ബോഡീസ് എന്ന് പുറത്തെടുക്കാൻ സാധിക്കും, എത്ര നാളത്തേക്ക് ഇത് നടക്കുമെന്ന് ഇപ്പോൾ പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇന്ന് ശക്തമായി മഴ പെയ്തു, പുഴയിൽ നല്ല ഒഴുക്കുണ്ടായി. കാലാവസ്ഥ ഈ റെസ്ക്യൂ ഓപ്പറേഷനെ കാര്യമായി ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് ഹെവി റെയിനാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും റെസ്ക്യൂ ആകട്ടെ ബ്രിഡ്ജിങ് ആകട്ടെ എല്ലാം എഫക്റ്റഡ് ആണ്. അതുകൊണ്ട് റെസ്ക്യൂ ആഫ്റ്റർനൂണിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആണ്. ഓക്കെ, ഇവിടെ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏജൻസികളുണ്ട്. ഒരുപക്ഷെ മറ്റെവിടെയും കാണാത്ത വിധത്തിൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിന് വരുന്നുണ്ട്. അതൊക്കെ സൈന്യത്തെ സംബന്ധിച്ച് സഹായകരമാണോ? എല്ലാം സഹായകരമാണ്. ആൾക്കാർ ഇവിടെ വരുന്നത് അത് അൺറെഗുലേറ്റഡ് ആയിട്ടല്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് അവർ റെഗുലേറ്റ് ചെയ്താണ് വരുന്നത്. എല്ലാവരും നമ്മെ സഹായിക്കുന്നു. എല്ലാവരും എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് വൈകുന്നേരം നമ്മൾ കോർഡിനേറ്റിംഗ് കോൺഫറൻസ് നടത്തി നിശ്ചയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവരവരുടെ ജോലിക്ക് വേണ്ടി അടുത്ത ദിവസം പോകുന്നത്. അതുകൊണ്ട് ഒന്നും ഒരു പ്രശ്നമല്ല ഈ ആൾക്കാർ വരുന്നത്, ഈ സന്നദ്ധ സംഘടനകൾ വരുന്നത്. ഇപ്പോൾ മുണ്ടക്കൈ അതുപോലെ മുജ്ജരിമുട്ടം മേഖലയിലാണ് വലിയ നാശമുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അത് പൂർണ്ണമായും നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാഷ്വാലിറ്റീനെ സംബന്ധിച്ച് ഒരു എസ്റ്റിമേറ്റ് സൈന്യത്തിനുണ്ടോ? സൈന്യത്തിന് ഇപ്പോൾ തൽക്കാലം കാഷ്വാലിറ്റി എസ്റ്റിമേറ്റ് ഇല്ല. അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു കൗണ്ട് വയ്ക്കുന്നുണ്ട്. അത് ഇന്ന് പറഞ്ഞതനുസരിച്ച് 170ഓളം ആണ് അവർ കൗണ്ട് പറഞ്ഞത്. പക്ഷേ അല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ തൽക്കാലം ഡെഡ് ബോഡീസ് പുറത്തെടുത്തത്. പക്ഷേ നമ്മുടെ സൈന്യസിൻ്റെ അടുത്തൊരു ഒരു കാഷ്വാലിറ്റി റേറ്റ് ഇല്ല. ഞങ്ങൾ ഇതുവരേക്കും ഒരു 110ഓളം ഡെഡ് ബോഡി പുറത്തെടുത്ത് കഴിഞ്ഞു. പക്ഷേ കൗണ്ട് അതിലും വളരെ കൂടുതലാണ്. ബാക്കിയുള്ളവരെടുത്ത കൗണ്ട് നിങ്ങൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. തീർച്ചയായും കൂടുതലായിട്ട് സന്നാഹങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ 16 ഹിറ്റാച്ചുകൾ ഇന്നലെ രാത്രി തന്നെ മുണ്ടക്കൈയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തിയാവുന്നതിന് മുമ്പ് കൂടുതൽ അവിടേക്ക് എത്തുകയും ചെയ്യും. കൂടുതൽ സന്നാഹങ്ങൾ ആവശ്യമുള്ള ഒരു ഘട്ടമാണോ ഇത്? അങ്ങനെ തോന്നുന്നുണ്ടോ? സന്നാഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ അടുത്ത ആവശ്യത്തിനുള്ള സന്നാഹങ്ങളെല്ലാം ഉണ്ട്. ഇനി ഡെഡ് ബോഡീസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ് കൂടുതൽ ഞങ്ങൾ വരുത്താനായിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് പറഞ്ഞിട്ടുണ്ട്. അത് സൈന്യത്തിൻ്റെ അടുത്തുമുള്ള 1-2 റഡാറുകൾ ഞങ്ങൾ എത്തിച്ചെന്നിരിക്കും. ഇതല്ലാതെ JCB എക്സ്കവേറ്റേഴ്സ് എത്രയുണ്ടെങ്കിലും നല്ലതാണ്. കാരണം ഇനി മണ്ണിനടിയിൽ കിടക്കുന്ന വീടുകളെല്ലാം നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ആവശ്യം വരും. അത് ഇവിടെ തൽക്കാലം ലോക്കലി ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ മിഷൻ എന്ന് പറയുന്നത് കുറച്ച് ദിവസം നീളും എന്ന് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത്രയും വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഇപ്പോൾ ഒരുപാട് ആളുകൾ മാതാപിതാക്കളെ കാണുന്നില്ല. നേരത്തെ എൻ്റെ അടുത്ത് തന്നെ ഒരാൾ വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്, ആരും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് സമ്പൂർണ്ണമായും സുരക്ഷ, ഈ പറഞ്ഞ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ സൈന്യം മടങ്ങുള്ളൂ എന്ന് വിചാരിക്കാമോ? സൈന്യം ഇവിടെ എത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് വിളിച്ചിട്ടാണ്. സ്റ്റേറ്റ് ഇനി നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് വരെ ഞങ്ങളിവിടെ തുടരും. അതാണ് ഞങ്ങളുടെ ഇത്. അപ്പോൾ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളെ അവർക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും സൈന്യത്തെ ഇവിടെ വിന്യസിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മറ്റ് കാര്യങ്ങളിലൊക്കെ, അതായത് സൈന്യം വരുന്നു, അവരുടെ വർക്ക് നടത്തുന്നുണ്ട്, എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തനാണ്? എല്ലാ കാര്യത്തിലും ഇതുവരെയും തൃപ്തനാണ്. ഇത് വലിയൊരു ട്രാജഡിയാണ്. ഇത്രയും മനുഷ്യജീവൻ പോയി. പക്ഷേ അതിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തോ അക്കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഭക്ഷണം, വെള്ളം തുടങ്ങിയവ എത്തിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഈ വർക്ക് ചെയ്യുന്ന സൈനികരെ സംബന്ധിച്ചും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാനൊരു സംസാരിക്കുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് സംസ്ഥാനം എത്രമാത്രം സൈന്യം ഇവിടെ, എത്രമാത്രം ദിവസങ്ങളിൽ സൈന്യം ഇവിടെ നിൽക്കണം, ഏത് ഘട്ടം വരെ സൈന്യത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നു, അത്രയും സമയം വരെ സൈന്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സേവനവും സംസ്ഥാനത്തുണ്ടാകും, ദുരന്ത മേഖലയിൽ ഉണ്ടാകും. നിലവിൽ ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, അതായത് ഈ രക്ഷാദൗത്യത്തിന് നമ്മുടെ നാട്ടുകാർ ഒന്നിച്ചങ്ങോട്ടേക്ക് ഒഴുകിപ്പോകുന്ന, വിവിധ സംഘടനകളായും അല്ലാതെയും ഒറ്റയ്ക്കായും ഒക്കെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് സൈന്യം നിർദ്ദേശിക്കുന്ന തരത്തിൽ അവരൊക്കെയും ഈ രക്ഷാപ്രവർത്തനത്തിൽ വളരെ സഹായകരമാകുന്നു. അങ്ങനെ കൂട്ടായിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഒരുമിച്ച് ഒറ്റക്കെട്ടായി അതിജീവിക്കുന്ന അതിജീവന കാഴ്ചയുടെ, അതിജീവന പാഠത്തിൻ്റെ ചേർത്തുവെക്കലായി, അഭിമാനമായി തന്നെ നമുക്കതിനെ ചേർത്ത് വായിക്കാം എന്നുള്ള കാര്യവും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.